കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തായിരിക്കുകയാണ്. KPCC നേതൃത്വത്തിന് മനഃപൂർവമായ വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിലക്കരെ എന്നിവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇവരെ മാറ്റി നിർത്തണമെന്ന നിർദ്ദേശവും പാലിച്ചില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ KPCCക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് 30 പേജുകളാണുള്ളത്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിലെ ഇടപെടൽ സുരേഷ് ഗോപിക്ക് അവസരമൊരുക്കിയതായി KPCCയുടെ റിപ്പോർട്ട് പറയുന്നു. തിരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുൻപേ മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് MP TN പ്രതാപന്റെ പ്രസ്താവന സുരേഷ് ഗോപിക്ക് ഗുണകരമായതായും റിപ്പോർട്ടിലുണ്ട്. TN പ്രതാപന്റെ പ്രവർത്തനം മണലൂരിലും ഗുരുവായൂരിലും മാത്രമായി ഒതുങ്ങി. ചേലക്കരയിൽ ജില്ലാ നേതൃത്വത്തിന് പകരം KPCC ചുമതല ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. മുൻ മന്ത്രി KC ജോസഫ്, NITUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നിവർ അടങ്ങുന്ന കമ്മീഷനാണ് KPCCക്ക് റിപ്പോർട്ട് കൈമാറിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ രൂപീകരിച്ചത്. റിപ്പോർട്ട് പുറത്തുവന്നതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും ഈ റിപ്പോർട്ട് ബാധിക്കുമോ എന്ന് കണ്ടറിയണം. കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള ചേരിതിരിവ് ഈ റിപ്പോർട്ടിനെ തുടർന്ന് രൂക്ഷമാകുമോ എന്നും കണ്ടറിയേണ്ടതാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.